അങ്ങനെ ഇതിനെ കരുതേണ്ടതില്ല. അത് അനുഭവങ്ങളുടെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ ആസ്പദമാക്കി തന്നെയാണ്. ഇപ്പോ ബഹുമാന്യനായ സുരേഷ് ബാബു സാർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എന്താണ് യാഥാർത്ഥ്യം? 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തൊട്ട് ഇങ്ങോട്ടെടുത്താൽ ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അനുഭാവികളുടെ ഇടയിൽ തന്നെ അൺപോപ്പുലറായ ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പിളർപ്പ് സംഭവിക്കാറുണ്ട്. ഒരു പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളുടെ പേരിലൊക്കെ 64 പിളർപ്പ് സംഭവിക്കുന്നുണ്ട്. പിന്നീട് ML മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ സമയം ഈ ഭദ്രരേഖയുടെ പേരിൽ MP രാഘവനും കൂട്ടും പുറത്തു പോകുന്നുണ്ട്. ഗൗരിയമ്മ പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സംഘടനാപരമായ പിളർപ്പുകളാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഇതുപോലെ ആ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോരുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിൽ അമ്പലപ്പുഴയിൽ ജി സുധാകരനെ ഒരാൾ മത്സരിക്കുന്നു. കണ്ണൂർ പയ്യന്നൂരും തളിപ്പറമ്പും ഈ പറയുന്ന CPM സഖാക്കൾ നേതൃത്വത്തിന്റെ മുന്നോട്ട് വരുന്നു. അങ്ങനെ ഇത് ഈ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പാർട്ടി നേതൃത്വത്തിനെതിരെ കലഹത്തിന്റെ ഫലമായി കലാപത്തിലേക്ക് പുറത്തു പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് അതൊരു സൂചകമാണ്. ഇപ്പൊ ജി സുധാകരനോ അല്ലെങ്കിൽ പയ്യന്നൂരും തളിപ്പറമ്പും ഈ പറയുന്ന അമ്പലപ്പുഴ എന്നൊക്കെ പറയുന്ന ഒറ്റപ്പെട്ട ഉദാഹരണങ്ങളല്ല. അത് ഈ പറയുന്ന പ്രതികരിക്കാതിരുന്നു നിശബ്ദമായ പ്രതിഷേധം ഉള്ളിലൊതുക്കി കഴിയുന്ന ആയിരക്കണക്കിന് അനുഭാവികളുടെ പ്രതീകങ്ങളായിട്ടാണ് ഇവരെ കാണേണ്ടത്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ബാലറ്റിലൂടെ കണക്ക് തീർക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ട് തരത്തിലാണ് CPMന്റെ അടിത്തറയിൽ വലിയ ശോഷണം സംഭവിക്കുന്നത്. ഒന്ന്, CPM അനുഭാവികളുടെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഈ CPM നേതൃത്വത്തിന്റെ കൃത്യമായ ഹിന്ദുത്വവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായി BJPയിലേക്ക് വോട്ട് ചെയ്യുന്നു. ശേഷിക്കുന്ന ആളുകൾ CPM എന്ന പാർട്ടിയുടെ സമ്പൂർണ്ണ നാശം അടുത്തൊരു സർക്കാരിലൂടെ ഉണ്ടാകരുത് എന്നുള്ള ഒരു ആഗ്രഹചിന്ത പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നുണ്ടെന്നേ. CPMന്റെ അടിത്തറയിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിയ സമീപകാലങ്ങളിൽ ഒന്നും സംഭവിക്കാത്ത CPM എല്ലാ ഇലക്ഷനു ശേഷവും CPM ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ അടിത്തറയിൽ വിള്ളൽ ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷെ ഈ തവണ ഇലക്ഷൻ CPMന്റെ അടിത്തറയിൽ വലിയ വിള്ളൽ ഉണ്ടാക്കി വലിയ ആഘാതം ഉണ്ടാക്കിയ ഇലക്ഷൻ ആയിരിക്കും. അതിന്റെ തന്നെ അടിസ്ഥാനത്തിലാണ് ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി ഈ 100 എന്ന നമ്പർ ആവർത്തിച്ചു പറയുന്നത്. അതൊരു തരംഗം തന്നെയായിരിക്കും, നിശബ്ദ തരംഗമായി അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് സംശയം. പക്ഷെ അനൂപ്, ഈ 100 കിട്ടുന്ന ഏതൊക്കെ ജില്ല വേണം? അപ്പൊ ഇന്നും ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നത് മലപ്പുറം, വയനാട്, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി 5 ജില്ലകളാണ്. ഈ 5 ജില്ലകളിൽ 40 സീറ്റേ ഉള്ളൂ. 5 ജില്ലകൾ എന്ന് അദ്ദേഹം പറഞ്ഞത് അത് പൂർണ്ണമായി കിട്ടുന്ന തിരുവനന്തപുരം, കൊല്ലമൊക്കെ ചിപ്സ് നോക്കിക്കോ. ഈ പറയുന്ന നമ്മൾ ഇതുവരെ വിചാരിക്കാത്ത മണ്ഡലങ്ങളിൽ പോലും വലിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലോ കഴിഞ്ഞതിന്റെ മുൻപിലത്തെ തെരഞ്ഞെടുപ്പിലോ ഒന്നും ഒരു മത്സരം പോലും ഉണ്ടാക്കാത്ത നിയമസഭാ മണ്ഡലങ്ങളിൽ അട്ടിമറി നടക്കുമെന്നുള്ള കാര്യം സംശയമില്ല. ആലപ്പുഴയിലും വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പോലായിരിക്കില്ല. എല്ലായിടത്തും ഈ തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, ആലപ്പുഴയിലൊക്കെ ആ 7 വരെ മണ്ഡലങ്ങൾ കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല.